അത് നമ്മുടെ ക്യൂട്ട് ഒരു ഇൻഫ്ലുവൻസർ ആണ്. നമുക്ക് വെൽക്കം ചെയ്യും ജാസ്മിൻ ജാഫർ. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ബ്രേക്കപ്പ് ആകുന്ന ഗേൾസിന്റെ അടുത്ത് വന്നിട്ട് ഭയങ്കര കൊഴുത്തരം കാണിക്കുക, അങ്ങനെ ആശ്വസിപ്പിക്കുക. കറക്റ്റ് ഉത്തരം പറഞ്ഞാൽ ഡ്രസ് ഇടണ്ട. ആറ്റിങ്ങിലുള്ള ഏത് ബാങ്കിലാണ് ഭാസ്കരൻ നായർ വർക്ക് ചെയ്യുന്നത്? HDFC. കറക്റ്റ്. ഇതൊക്കെ എന്ത് ഇതിപ്പിടണോ? ലാസ്റ്റ് ഇടാം. ഇല്ല, ഓരോന്നും ഇടണം. ഈ പെണ്ണ് വിഷയം. അമലക്ക് റിയ ആണല്ലോ റെക്കമെൻഡ് ചെയ്യുന്നത്. റിയക്ക് ആരാ റെക്കമെൻഡ് ചെയ്തത്? എനിക്കറിയാൻ പാടില്ല, റിയെ വിളിച്ചു ചോദിക്കുക. അടുത്ത ചോദ്യം 10,000 രൂപയുടെ. ഈ തമാശകൾ ഈ കുട്ടിക്ക് ആരാ പറഞ്ഞു കൊടുക്കുന്നത്? ഓൺലൈൻ പ്രപ്പോസൽസ് ഒക്കെ വന്നു. ഓൺലൈൻ പ്രപ്പോസൽ ഒന്നും വന്നില്ല, ഓഫ്ലൈൻ. എന്താ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കുന്നുണ്ടോ? എന്തോന്നാ, കല്യാണോ? അവനെ എടുക്കുന്നില്ലയോ? അത് ശരി. അല്ല, എനിക്ക് ബ്രേക്കപ്പായി ഭയങ്കര സങ്കടപ്പെട്ട ഒരു 1-2 ആഴ്ച എനിക്ക് ഭയങ്കര വിഷമം. 2 ആഴ്ച ഞാൻ പുറത്തുനിന്ന് ഇറങ്ങാണ്ട് സങ്കടപ്പെട്ടിരുന്നിട്ട് ഒരു ദിവസം പെട്ടെന്ന് ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു, മാട്രിമോണി ഞാൻ രജിസ്റ്റർ ചെയ്യട്ടെ. ഉമ്മനെ നിനക്ക് ഭ്രാന്താടി. സന്തോഷമായടാ? ഇല്ല, സന്തോഷമായില്ല. എന്റെ നീരും ചാറ് കൊടുത്താലേ മസ്ത എനിക്ക് സന്തോഷമാവുന്നു. ഈ കുട്ടിക്ക് വെള്ളം കൊടുക്കൂ. ഇനിയിപ്പോ ലവ് മാരേജ് ആയിരിക്കോ അല്ലെങ്കിൽ അറേഞ്ച്ഡ് മാരേജ് തന്നെ ആയിരിക്കോ? ലവ് മാരേജ്. എനിക്ക് അറേഞ്ച് മാരേജ് പറ്റുമോന്ന് എനിക്കറിയില്ല. എന്താ? എനിക്കറിയില്ല. എനിക്ക് എന്നെ മനസ്സിലാക്കി കല്യാണം കഴിക്കണം എന്നുള്ളൊരു സാധനമാണ്. ചില സമയത്ത് നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം എന്ന് തോന്നാറുണ്ടോ? ലൈക്ക് നമ്മൾ പറയുന്നതും ഇടുന്നതും. പണ്ട് ഞാൻ ഒട്ടും ഫിൽറ്റർ ഇല്ലാതെ സംസാരിച്ചോണ്ടിരുന്നു. എനിക്ക് അറിയില്ല, ഫിൽറ്റർ വെച്ച് സംസാരിക്കാനേ എനിക്കറിയില്ല. ഇപ്പോഴും എനിക്കറിയാവുന്ന വെച്ചാൽ എനിക്ക് ഏറെക്കുറെ അറിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പരിചയപ്പെട്ട എല്ലാവരെയും ഞാൻ ഒരു ഗ്യാപ്പ് ഇട്ടാണ് നിർത്തുന്നത്, ഒരു കയ്യകലം ദൂരം. അവിടെ നിന്നാൽ മതി. ഹായ്, ഹലോ, വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് നമ്മളൊരു ക്രിസ്മസ് വൈബൊക്കെ പിടിച്ചിരിക്കുകയാണ്. കാരണം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതയാണ്. ഒരുപാട് ഇൻട്രോ തന്ന് വെറുപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം യൂട്യൂബ് തുറന്ന ഈ കുട്ടിയാണ്, ഇൻസ്റ്റഗ്രാമിൽ ഈ കുട്ടിയാണ്, എല്ലായിടത്തും ഈ കുട്ടിയാണ്. അത് നമ്മുടെ ക്യൂട്ട് ഒരു ഇൻഫ്ലുവൻസർ ആണ്. നമുക്ക് വെൽക്കം ചെയ്യും ജാസ്മിൻ ജാഫർ. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ഇത്രയും പറഞ്ഞതിന് വളരെ താങ്ക് യു. ഓക്കെ, ഇപ്പം ക്രിസ്മസ് ആയി, പുതിയൊരു വർഷം വരാൻ പോകുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? പുതിയ ഈ ഒരു ക്രിസ്മസ് എങ്ങനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു? കുഴപ്പമില്ല, വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ല, പ്രത്യേകിച്ച് വലിയ സെലിബ്രേഷൻ ഒന്നുമില്ല. ഇല്ല. ഇപ്പൊ ഇവിടെ കൊച്ചിയിലാണ്? കൊച്ചിയിൽ നിൽക്കല്ല, 2 ദിവസമായിട്ട് കൊച്ചിയിലുണ്ട്. ഓക്കെ. എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ ഉള്ള ക്രിസ്മസിനേക്കാൾ ഇപ്പൊ ഒരുപാട് വ്യത്യാസം ഉണ്ടാവില്ലേ? കാരണം പണ്ട് ജാസ്മിൻ ജാഫർ ഇപ്പൊ ആൾക്കാർ അറിയുന്ന ഒരു സെലിബ്രിറ്റി ആണ്. അപ്പൊ കുറച്ചുകൂടി കുറെ പ്രോഗ്രാംസും കുറച്ചും കൂടി ഡിഫറൻസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ? പണ്ട് ക്രിസ്മസിന് ഒന്നും ചെയ്യാതെ വീട്ടിൽ ഇരിക്കുന്നു, ഇപ്പൊ പണിയെടുക്കുന്നു. ഓരോ വർക്കൊക്കെ കിട്ടുമ്പോ അത് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു പണ്ട് ഈ സ്കൂളിൽ മറ്റേ ക്രിസ്മസ് ഫ്രണ്ടിനെ സെലക്ട് ചെയ്യാ അങ്ങനത്തേക്ക് ഉണ്ടായിട്ടില്ലേ? അപ്പൊ അതൊന്നും ഇല്ല. ഇപ്പൊ അതൊന്നുമില്ല. ഓക്കെ. ഇപ്പം 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയി. ഇൻസ്റ്റയിൽ ഇപ്പൊ ഒരുപാട് ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട് ജാസ്മിന്റെ ഒരു ലൈഫ് സ്റ്റൈൽ? നല്ല, കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് പോകണം. അതെങ്ങനെ പോകുന്നു പറഞ്ഞു? എങ്ങനെ പോണോന്ന് ചോദിച്ചാൽ ഇപ്പോഴോ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, തട്ടിമുട്ടി അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നു. ഭയങ്കര ഓവറായിട്ട് സന്തോഷിക്കാതെ, ഓവറായിട്ട് ദുഃഖിക്കാണ്ട് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള രീതിയിൽ പോകണം. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ വേണ്ടതിനും വേണ്ടാത്തതിനൊക്കെ കുറെ റിയാക്ട് ചെയ്തിട്ടുണ്ടോ? വേട്ടയാടിയ ഒരാളാണ് ഇരിക്കുന്നത്. പാവകുട്ടി. ഞാൻ കേട്ടിട്ടുണ്ട് ഒരു അല്ല, ഞാൻ ആലോചിച്ചത് ഈശ്വര വേട്ടയാടി അത് വേറെ ആർക്ക് പറയണോ? ഇല്ല, ഇത് പറഞ്ഞു. ഒരു മാൻകുട്ടീനെ ഇങ്ങനെ സിംഹമൊക്കെ വേട്ടയാടില്ലേ ചുമ്മാ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനത്തെ ഒരാളായിരുന്നു. എനിക്ക് തോന്നുന്നു എന്ത് പറഞ്ഞാലും ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക ജാസ്മിന്റെ വായിന്ന് എന്തെങ്കിലും വീഴാൻ വേണ്ടി, അല്ലേ? ഇല്ല, കൊറേയൊക്കെ എന്റെ വായിന്ന് പോയതുണ്ട്. ആരും കുറ്റി പറയില്ല. പിന്നെ കറയൊക്കെ അല്ലാതെ വന്നതുണ്ട്. ഇപ്പൊ മറ്റേ ക്രീമിന്റെ ഒക്കെ ഒരു ഇഷ്യൂ വന്നപ്പോ ഞാൻ കേട്ടു ലാബിലേക്ക് അയച്ചിട്ടാണ് അത്. അങ്ങനെ ചെയ്തായിരുന്നോ? ലാബിലേക്ക് അയച്ചിട്ടു. എന്തോ കിഡ്നിയുടെ ആ ക്രീമിന്റെ ഇഷ്യൂ വന്നില്ലേ? അപ്പൊ ജാസ്മിൻ പ്രൊമോട്ട് ചെയ്ത ക്രീം ടെസ്റ്റ് ചെയ്യാൻ അയച്ചോ? ഞാനോ? പോടാ, ഇത് എവിടെ നിന്ന് കിട്ടി ന്യൂസ്? ഇല്ല, ആ ക്രീം സർട്ടിഫൈഡ് ആണോ എന്നുള്ളതിന്റെ കാര്യങ്ങളാണ് ഞാൻ നോക്കിയത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു പക്ഷെ കുറെ പ്രൊഡക്ട്സ് വരുന്നല്ലേ ഇപ്പൊ നിങ്ങളെ പോലുള്ള ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ. അപ്പൊ എല്ലാം നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ലാബിൽ അയച്ച് ചെക്ക് ചെയ്യൽ നടക്കില്ല.
അതെങ്ങനെ ചെക്ക് ചെയ്ത് നടക്കുക? ആ അത് നടക്കില്ല. അപ്പൊ നമുക്ക് യൂസ് ചെയ്ത് പാച്ച് ടെസ്റ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്തിട്ട് റിവ്യൂ പറയാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു വൈറ്റനിങ് ക്രീംസിന് ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നത് കുറഞ്ഞു. ഇനി വന്ന പ്രൊമോട്ട് ചെയ്യും? ഇല്ല, സത്താലും ഞാൻ ചെയ്യാൻ മാട്ടേ. ചെയ്യാൻ മാട്ടേനെ. നല്ലത് വന്നാലോ? നല്ലത് മീൻസ് ഞാൻ ഇപ്പൊ നമ്മുടെ ഈ സർട്ടിഫൈഡ് ആയിട്ടുള്ള നമ്മളല്ലാത്ത പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടല്ലോ, എന്ന് പറഞ്ഞാല് ബ്രാൻഡ് ഞാൻ പറയുന്നില്ല, ബ്രാൻഡഡ് പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അതിനിപ്പോ കാണും ബ്രൈറ്റനിങ് ക്രീം, ബ്രൈറ്റനിങ് സെറം എന്നൊക്കെ ഉള്ള സാധനമൊക്കെ കാണും. അതൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യും. ഇങ്ങനെ വെളുത്തിട്ട് പറഞ്ഞ സാധനങ്ങൾ അത് ഞാൻ ഓൾറെഡി ഞാൻ ഏത് സമയത്ത് ചെയ്തതെന്ന് പറയുമ്പോൾ ചാനൽ തുടങ്ങി 1 മാസമോ 2 മാസമോ ആയപ്പോൾ ചെയ്തൊരു വീഡിയോ ആണ്. അതൊക്കെ എൻ്റെ ചാനലിൽ നിന്ന് ഡിലീറ്റ് ആയി പോയത്. പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ കുത്തിപ്പൊക്കി കൊണ്ടുവന്നതാണ്. ഇപ്പം അപ്പൊ ഇങ്ങനത്തെ പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ ജാസ്മിൻ എന്തൊക്കെയാ നോക്കുന്നത്? എന്തൊക്കെ ഫാക്ടേഴ്സ് നോക്കിയിട്ട് അത് നമ്മൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ലതാണ്, യൂസ് ചെയ്തോളൂ എന്നൊക്കെ? ഇപ്പോൾ ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും അതിന്റെ യൂസ് കാണുമല്ലോ. പലതും പല യൂസ് ഉള്ളതല്ലേ. ചിലത് ബ്രൈറ്റനിങ് ആയിരിക്കും, ചിലത് ടാൻ റിമൂവ് ചെയ്യുന്നതായിരിക്കും, ചിലത് റിങ്കിൾസ് അതൊക്കെ കുറയ്ക്കുന്നത്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളതാണല്ലോ. അപ്പം നമ്മളത് യൂസ് ചെയ്തിട്ട് നമുക്കത് ഉപകാരപ്രദമാണോ എന്നുള്ളത് നോക്കും. ഇപ്പം ഭയങ്കര ടാനിൻ്റെ അതിൻ്റെയൊക്കെ ആണെങ്കിൽ ഞാൻ ഇപ്പം എൻ്റെ സ്കിന്നിൽ തന്നെ എല്ലാം ടെസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ പറയില്ല, കാരണം ഇത്രയും പ്രോഡക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഉമ്മാരത് നോക്കും, പൊന്നുണ്ടത് നോക്കും, അത്താരം നോക്കാൻ അങ്ങോട്ട് ചെല്ലാറില്ല. ഇതിനെ പ്രത്യേകം അത് വാപ്പല്ലേ? ആളിപ്പോഴും ഇങ്ങനെ ഒരു ഇതുണ്ടോ, ഇഷ്ടക്കേടുണ്ടോ ഇങ്ങനെ ചെയ്യുന്നത്? ഇല്ല, ഇഷ്ടക്കേടൊന്നും ഇല്ല, ഇഷ്ടക്കേട്. പക്ഷെ എൻ്റെ അത്താന്ന് പറഞ്ഞാല് ഇപ്പോഴും കമന്റ്സ് ഒക്കെ വായിക്കുന്ന ഒരാളാ. ആണോ? എൻ്റെ അത്ത കമന്റ് ഒക്കെ ഇരുന്ന് വായിക്കും, കമന്റ് ഒക്കെ ഇരുന്ന് കുത്തിയിരുന്ന് വായിക്കും. അത് അത്താന്ന് മാത്രമല്ല ഉമ്മ ആയാലും വായിക്കും. പക്ഷെ ഉമ്മ വായിക്കുമ്പോൾ ഉമ്മ ഒരു സെൻസിൽ എടുക്കളയും. ചിലതൊക്കെ എൻ്റെ അത്തൊക്കെ ഭയങ്കര വിഷമമാവും. ഓൾറെഡി എൻ്റെ അത്താന്ന് പറഞ്ഞാൽ പണ്ട് തൊട്ടേ മോളെ ആരും ഒന്നും പറയരുത്, ആരും ഒന്നും പറയരുത്, അങ്ങനെ പൊത്തി ഇതാക്കുന്നതാ. അപ്പൊ ആൾക്കാരെങ്കിലും ഇങ്ങനെ പറയുമ്പോൾ വിഷമം, എന്നോട് പറയത്തില്ല, പക്ഷെ വിഷമമുണ്ട്. ഇപ്പോഴല്ല, ഇപ്പൊ കുഴപ്പമില്ലല്ലോ. ഒരു ഇടയ്ക്ക് ഭയങ്കര പ്രശ്നമായിരുന്നല്ലോ, കമന്റ് ബോക്സ് തുറക്കാൻ പറ്റത്തില്ല, അപ്പൊ ഭയങ്കര വിഷമമായിരുന്നു. അപ്പൊ എന്തെങ്കിലും ഇങ്ങോട്ട് വന്ന് പറയാറുണ്ടോ? ഒരു വട്ടം വന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞു? എന്തോ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ പറയുന്നുണ്ടോ, ഇങ്ങനെ പറയുന്നുണ്ടോ, നീ അത് കാണാറുണ്ടോ, അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പൊ ഞാൻ പ്ലീസ്, എനിക്ക് ഓൾറെഡി പ്ലീസ് എന്നെ ഉപദ്രവിക്കും. പിന്നെ എനിക്ക് വിഷമമാണെന്ന് അറിയാവുന്ന പിന്നെ അങ്ങനെ പറയത്തില്ല. വിഷമം ഉണ്ടെങ്കിലും അത് ഉള്ളിൽ വെക്കത്തേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഈ കമന്റ്സ് പോലെ തന്നെ ഇപ്പൊ ട്രെൻഡ് ആയിട്ട് വരുന്നത് ഈ റിയാക്ഷൻ വീഡിയോസ്. പണ്ട് ഇത്രയും കുറവായിരുന്നില്ലേ ആൾക്കാർ റിയാക്ട് ചെയ്യുന്നത്? ഇപ്പൊ പണ്ടത്തെ റിയാക്ഷൻ വീഡിയോസിനൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്റെ പുനപ്പെട്ടത്തുള്ള സഹിതം യൂട്യൂബ് തുറന്ന് ഇപ്പൊ റിയാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഇതായി മാറി. അപ്പം ജാസ്മിന്റെ കുറച്ച് ആൾക്കാരുടെ ഇങ്ങനെ ആൾക്കാർ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കും വ്യൂസ് കിട്ടാൻ വേണ്ടി. അതിലൊരാളാണ് ജാസ്മിൻ. അപ്പൊ ആ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ഇങ്ങനെ അത്തേക്ക് കാണാറുണ്ടോ? കാണുമായിരിക്കും, എന്നോട് അങ്ങനെ പറയാറില്ല. ഓക്കെ, ഇപ്പൊ നെഗറ്റീവ് കമന്റ്സിന്റെ കാര്യം നമ്മൾ സംസാരിച്ചല്ലോ. അപ്പം എന്ത് കമന്റ് വരുമ്പോഴാണ് ആള് വന്ന് പറഞ്ഞതൊക്കെ എങ്ങനെയാ? അതായോ? അയ്യോ എനിക്ക് ഓർമ്മയില്ലടാ. എന്തോ ഒരു സാധനം ഇങ്ങനെ വന്നപ്പോ, ഇപ്പോഴെങ്ങും അല്ല, കൊറേ ആയി, ഒരു മാസം മറ്റൊക്കെ ആയിരുന്നു. 1 മാസമാണോ അതോ അതിൽ കൂടുതലായോ? എന്തോ ഞാൻ ഇങ്ങനെ കിടക്കാൻ നേരത്തെ വന്നിട്ട് എന്തോ പറഞ്ഞു. അത് ദേഷ്യപ്പെട്ട് പറഞ്ഞില്ല കേട്ടോ, ഭയങ്കര കാര്യമായിട്ടാ പറയുന്നത്. ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ എനിക്കൊരു വിഷമാവുമല്ലോ, ഭയങ്കര കാര്യമായിട്ട് പറയുമ്പോൾ എനിക്ക് വിഷമാവും. ദേഷ്യപ്പെട്ടോടെ പറഞ്ഞാലോ അങ്ങനെ നമ്മള് പിന്നെ കുറെ കണ്ട് നമുക്ക് ശീലമായി. നമ്മൾ ആദ്യമാണല്ലോ ഭയങ്കരമായിട്ട് ഇതാക്കുന്നത്. പക്ഷെ അവർക്കെന്നൊക്കെ പറഞ്ഞാല് ഇനിയിപ്പോ എത്രയെന്നൊക്കെ പറഞ്ഞാലും മക്കളല്ലേ, അവരങ്ങനെ ചിന്തിക്കുള്ളൂ. അവർ ഇതൊരു ജസ്റ്റ് ഒരു കമന്റ് ആയിട്ടല്ല അവരുടെ മൈൻഡിൽ വരുന്നത്. ഇപ്പൊ നമ്മുടെ മൈൻഡിലായാലും ആദ്യം അങ്ങനല്ല. അപ്പൊ അവരുടെ മൈൻഡിൽ ഒരാൾ എൻ്റെ മോളെ പറ്റി ഇങ്ങനെ വിചാരിക്കുന്നു എന്നുള്ള സാധനമാണ് വരുന്നത്. ഞാൻ ഒരു വീഡിയോയില് പറയണ കേട്ടായിരുന്നു, എന്തോ ആഗ്രഹം എന്തോ ചോദിച്ചപ്പോ അത്ത തോളിൽ കൈയിട്ട് നടക്കുന്നത് ഭയങ്കര ആഗ്രഹം എന്ന് പറഞ്ഞില്ലേ, നടന്നോ? ഇല്ല, നടന്നില്ല. ആ വീഡിയോ കാണിച്ചെടുത്തില്ലേ? ഇല്ല, ആ വീഡിയോ കണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. എന്താ അങ്ങനെ നടക്കാതെ? അയ്യോ, അത് അവരുടെ അവര് പണ്ട് തൊട്ടേ അങ്ങനെയുള്ളൊരു എന്താ, എൻ്റെ അത്താടെ കൊച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ അത്താടെ അത്തമ്മ അത്തായ വയറ്റോടിരുന്നപ്പോഴാണ് അത്താടത്തം മരിച്ചു പോയത്. അപ്പൊ അത്ത ജനിച്ചപ്പോ തൊട്ട് അത്താടത്തായി കണ്ടില്ല. അപ്പൊ അവർക്ക് ആ ഒരു എന്താ പറയാ, ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളൊരു സാധനമൊന്നും പ്രകടിപ്പിക്കാൻ അങ്ങനെ അറിയില്ല. കാരണം അത്താടത്താരും പ്രകടിപ്പിച്ചിട്ടില്ലല്ലോ. അപ്പൊ അത്താക്ക് പ്രകടിപ്പിക്കാൻ അറിയില്ല. സ്നേഹമുണ്ട്, മക്കളത്ത് ഭയങ്കര സ്നേഹമാണ്. ഇപ്പൊ എനിക്ക് എന്തൊരു വിഷമം വന്നാലും ഇപ്പൊ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടും, എന്നെ വഴക്ക് കുറയൊക്കെ ചെയ്യും. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് തകർന്നു പോകുന്ന, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഇരുന്ന് കരയുന്ന കണ്ടാ ഭയങ്കര വിഷമാണ് എൻ്റെ അത്താക്ക്. ഇപ്പം എന്താ, ഉമ്മ എപ്പോഴും ഇരുന്ന് സങ്കടപ്പെടും, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. അത്ത അങ്ങനെ പറയത്തില്ല. പക്ഷെ അത്ത ഒരു പോയിന്റ് കഴിയുമ്പോൾ അത്ത വന്നിരുന്ന് എന്നെ കെട്ടിപ്പിടിച്ചിരുന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ആശ്വസിപ്പിക്കാറുണ്ട്.
പക്ഷെ അത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അങ്ങനെ പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ എപ്പോഴും അങ്ങനെ മക്കളെന്നും പറഞ്ഞ് പ്രകടിപ്പിക്കാനൊക്കെ അറിയത്തില്ല. സ്നേഹമുണ്ട്, പക്ഷെ പ്രകടിപ്പിക്കാൻ അങ്ങനെ അറിയത്തില്ല. ഓക്കെ, ചില ആളുകൾ അങ്ങനെയാണ്. അല്ല, അത് അവര് വളർന്നു വന്ന സാഹചര്യം ഇതാണല്ലോ. ഇപ്പൊ നാളെ ഇപ്പൊ നമുക്കൊരു മക്കളുണ്ടായി നമ്മൾ ഭയങ്കരമായിട്ട് പ്രകടിപ്പിക്കുമായിരിക്കും. പക്ഷെ നമ്മുടെ ഇപ്പം വാപ്പ എനിക്കറിയില്ല ഭയങ്കരമായിട്ട് പ്രകടിപ്പിക്കുവോ? എന്റെ വാപ്പ സോറി. എന്നാലും പക്ഷെ മനസ്സിലാവും. എനിക്ക് തോന്നുന്നു ഫാദേഴ്സ് ആണ് കൂടുതലും പ്രകടിപ്പിക്കാതിരിക്കും. എല്ലാവരുടെയും അല്ല, പക്ഷെ പണ്ട് നമ്മുടെ ആ ഒരു ജനറേഷനൊക്കെ കുറെ അങ്ങനെ ആയിരിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു എന്ത് പറഞ്ഞാലും കേൾക്കാൻ വ്യൂവേഴ്സ് ഉണ്ടാവും. പക്ഷെ ചില സമയത്ത് നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം എന്ന് തോന്നാറുണ്ടോ? ലൈക്ക് നമ്മൾ പറയുന്നതും ഇടുന്നതും ഒക്കെ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? പണ്ട് ഞാൻ ഒട്ടും ഫിൽറ്റർ ഇല്ലാതെ സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് അറിയില്ല, ഫിൽറ്റർ വെച്ച് സംസാരിക്കാനേ എനിക്കറിയില്ല. ഇപ്പോഴും എനിക്കറിയാവുന്ന വെച്ചാൽ എനിക്ക് ഏറെക്കുറെ അറിയില്ല. എന്നാലും ഞാൻ ശ്രമിക്കാറുണ്ട്. പണ്ട് എനിക്ക് ഒട്ടും അറിയില്ല. എനിക്കപ്പം എൻ്റെ മനസ്സിലുള്ള എന്തോ ഞാൻ അങ്ങനെ പറയായിരുന്നു. ഇപ്പം ഞാൻ കുറച്ച് ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പം ഈ ശ്രദ്ധ ഉള്ളതുകൊണ്ട് ഇപ്പൊ ചില സമയത്ത് നമ്മുടെ കറക്റ്റ് ഒരു അഭിപ്രായം ചിലപ്പോ മാറ്റേണ്ടി വരാറുണ്ടോ? ഇല്ല, അങ്ങനൊന്നും വരാറില്ല. അഭിപ്രായം പറയാതിരിക്കാറേ ഉള്ളൂ. പറയില്ല, വിണ്ടില്ല. ഞാൻ ചോദിക്കാൻ വന്നത് എന്താ വെച്ചാൽ ചില സമയത്ത് ഇപ്പം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പൊങ്കാല വരും അങ്ങനെയൊക്കെ. അല്ല, പൊങ്കാല പേടിച്ച് അങ്ങനല്ല കേട്ടോ. എന്താ ഒരാൾ നമ്മളെ അതങ്ങനല്ല എന്ന് അതാ പറഞ്ഞത് ശരിയല്ല എന്ന് പറയുന്നതും വേറെ രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ എനിക്കിപ്പോ ഈ ചാനലിൽ വന്നിട്ടായിരുന്നു എൻ്റെ ഒരു സ്പ്രേ ഡിഷ് വന്നത്. അത് അല്ല, അതിൽ ശരിക്കും പറഞ്ഞാല് എന്റെ ഭാഗത്ത് തെറ്റുണ്ടോന്ന് വെച്ചാൽ എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്ക് പ്രത്യേകിച്ച് ഒരു ഫിൽറ്റർ വെച്ച് പറയാറില്ല. എനിക്ക് ഇതിന്റെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്, ഇന്നത് എന്നുള്ളൊരു സാധനം. പക്ഷെ അത് പറയുമ്പോൾ ആൾക്കാർക്ക് അത് അത്രയും കൺവിൻസ് ആവണമെന്നില്ല. അവർ ചിന്തിക്കും അയ്യോ ഇതിനെന്ത് ലോജിക്കെന്ന് അവർ ചിന്തിക്കും. പക്ഷെ അവരവർക്ക് അവരുടേതായിട്ടുള്ളൊരു സ്റ്റോറി ആണല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് മാക്സിമം നമ്മൾ മിണ്ടായിരിക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്ന ആൾക്കാർക്ക് അത് അത്ര ഇഷ്ടപ്പെടുന്നില്ല, അവരങ്ങനെ ചിന്തിക്കാനൊന്നും ഉണ്ടായിരിക്കുന്നില്ല നല്ലത്. അപ്പം കുറച്ച് സൂക്ഷിക്കണം സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ. സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, സോഷ്യൽ മീഡിയ ലൈഫിലായാലും സൂക്ഷിക്കണം. ഓക്കെ, ഏതെങ്കിലും സമയങ്ങളിൽ ഇപ്പം ഒരു വർഷം കൊണ്ടല്ലേ ഇപ്പൊ 1 മില്യൺ ഫോളോവേഴ്സ് ഒരു വർഷം ആയിട്ടില്ല 1 മില്യൺ ഫോളോവേഴ്സ് ആയി, ഗോൾഡൻ പ്ലേ ബട്ടൺ കിട്ടി. എപ്പോഴെങ്കിലും കോണ്ടന്റ് ക്ഷാമങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടോ? അയ്യോ, ഇഷ്ടം. അപ്പൊ എന്ത് ചെയ്യാം? ഒന്നും ചെയ്തില്ല, ആലോചിക്കുക എന്ത് ചെയ്യാം. ഫുള്ളി ഇങ്ങനെ ആലോചിച്ചിരുന്നു അല്ലെങ്കിൽ വേറെ? എന്റെ പിന്നെ അങ്ങനെ വലിയ കോണ്ടന്റ് ഒന്നും അല്ലല്ലോ. ഞാൻ ലൈഫ് സ്റ്റൈല് ഏതാ എൻ്റെ ചാനൽ തുടങ്ങിയ സമയം തൊട്ട് ഞാൻ എൻ്റെ വീട്ടിലുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ വീട്ടിലുള്ള എൻ്റെ വീട്ടിൽ ഇന്നത് അങ്ങനെയല്ല, എന്നാലും തമാശയായിട്ടുള്ള കാര്യങ്ങൾ, വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ അങ്ങനെയാണല്ലോ കാണിക്കുന്നത്. അതല്ലാതെ പ്രത്യേകിച്ച് ഒരു വലിയ കോണ്ടന്റ് ഇതാണ് നിങ്ങൾക്ക് ഇത്ര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സാധനം അങ്ങനെയൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. കുറവാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അത് ആൾക്കാർക്ക് കാണാൻ ഇഷ്ടമാണ്, സംസാരിക്കുന്നത് കേൾക്കാൻ ഇഷ്ടമാണ്. അപ്പം ഞാനിങ്ങനെ വിചാരിക്കും, ഞാൻ എന്നും ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യും, പിന്നെ ആൾക്കാർക്ക് ബോർ അടിക്കത്തില്ലേ എന്ന് ഞാൻ വിചാരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നതേ ഉള്ളൂ. ആ സമയത്ത് ഇപ്പോൾ വേറെ ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ ഇങ്ങനെ കോപ്പി ചെയ്യാറുണ്ടോ? ലൈക്ക് പുറത്തുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ? എനിക്ക് അറിയാൻ പാടില്ല പുറത്തെ ഇൻഫ്ലുവൻസേഴ്സിനെ. അതല്ല, ഇപ്പം ചില ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടോ, ആരുടെയൊക്കെ പേര് പറഞ്ഞിട്ടോ ചില സമയത്ത് അവരുടെ ഇൻസ്പയർ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ ഇടാറുണ്ട്. അങ്ങനൊന്നും ഇല്ല, അതൊക്കെ ആദ്യം പറഞ്ഞില്ലേ, അങ്ങനൊന്നും ഇല്ല. പിന്നെ ഞാൻ കേട്ട ഒരു കാര്യം എന്താ വെച്ചാൽ സ്റ്റഡീസ് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ആയില്ലേ, ഇപ്പൊ അത് കണ്ടിന്യൂ ചെയ്യാൻ എന്തെങ്കിലും പ്ലാൻസോ? ഇൻഷാ അല്ലാഹ് ചെയ്യണം. എന്താ ചെയ്യാൻ? കോസ്മെറ്റോളജി പഠിക്കണമെന്നുണ്ട്, പഠിക്കണം. സ്റ്റാർട്ട് ചെയ്തു? ഇല്ല, സ്റ്റാർട്ട് ചെയ്തില്ല, സ്റ്റാർട്ട് ചെയ്യണം. കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളത് ചെയ്ത് കഴിഞ്ഞിട്ട് പഠിക്കണം. ജാസ്മിൻ ജാഫറിനെ എനിക്ക് മനസ്സിലായിടത്തോളം നേരത്തെ ഭയങ്കര നിഷ്കളങ്കമായിട്ടുള്ളൊരു ആളാണ്. ഇപ്പൊ കുറച്ച് കോൺഷ്യസ് ആയെങ്കിലും പക്ഷെ ആ ഒരു നിഷ്കളങ്കത്വം ഉണ്ട്. ഞാൻ അത്ര നിഷ്കളങ്കല്ല, നിഷ്കളങ്കല്ല, ആവശ്യത്തിനല്ല എന്ന് പറയുന്നില്ല. ഒരു വെടിക്കുള്ള എല്ലാ സംഭവങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. എന്ന് പറഞ്ഞാൽ കള്ളങ്ങൾ പറയാനല്ല, എല്ലാം നമുക്കറിയാം. പക്ഷെ നമ്മൾ ഇതിനകത്തൊക്കെ പുതിയതല്ലേടാ. ഇപ്പൊ ഞാൻ വന്നിട്ടായാലും ഇത്ര നാളല്ലേ ആവുന്നുള്ളൂ. അപ്പൊ നമുക്കറിയില്ല ഇതെങ്ങനെയാണ് എന്താണ്. ഞാൻ വരുന്നത് അത്രയും ഇടുങ്ങിയൊരു സ്ഥലത്തു നിന്നാണ്. അപ്പൊ നമുക്കറിയില്ല ഒരാളുടെ ഉള്ളിൽ എന്താണ്. നമ്മളെ വിചാരം നമ്മളെ പോലാണ് എല്ലാവരും, നമ്മൾ കാണിക്കുന്നതാണ് എല്ലാവരും കാണിക്കുന്നത്. പക്ഷെ അതങ്ങനെ അല്ല എന്നൊക്കെ നമ്മൾ പെയ്യെ പഠിച്ചു വരുന്നതാണ്. പെയ്യെ പഠിച്ചു വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മാറുന്നു എന്നല്ല, നമ്മളത് മനസ്സിലാക്കുന്നു എന്നാണ്. ഇതിങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ബിഹേവ് ചെയ്യാം.
ഓക്കെ. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ എന്നാലും കുറച്ചൊക്കെ ഒരു ഇന്നസെൻസ് ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞല്ലോ പണ്ട് കുറെ ആൾക്കാരെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ആ ഒരു ക്യാരക്ടർ മാറ്റി കുറെ ആൾക്കാരെന്നല്ല എല്ലാവരെയും ഞാൻ പൊതുവേ പറഞ്ഞാണ്. ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ 2021 ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറച്ച് പേരെ പരിചയപ്പെട്ടു എന്നുള്ളത്. ഇനി ഞാൻ ഈ ഒരു അത് കഴിഞ്ഞിട്ട് ഞാൻ പരിചയപ്പെട്ട എല്ലാവരെയും ഞാൻ ഒരു ഗ്യാപ്പ് ഇട്ടാണ് നിർത്തുന്നത്. ഒരു കയ്യകലം ദൂരം, അവിടെ നിന്നാൽ മതി, സേഫ് ഹാൻഡ് അവിടെ നിന്നാൽ മതി എന്നുള്ളൊരു സാധനമാണ്. അതിന് ഞാൻ അങ്ങോട്ടായാലും അങ്ങനെ ആയിരിക്കും. പിന്നെ അല്ലെങ്കിൽ എനിക്ക് അത്രയും തോന്നണം ഇതെങ്ങനെയാണ് എന്ന് തോന്നണം. ഓക്കെ. അപ്പം ഈ പറഞ്ഞ പോലെ കുറെ സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കുറെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ജാസ്മിൻ എങ്ങനെയായിരിക്കും ഒരു നല്ലൊരു ഫ്രണ്ട് ആണെന്ന് തിരിച്ചറിയുന്നത്? അല്ലെങ്കിൽ അല്ലല്ലോ നമുക്കൊന്നും തുറന്നു നോക്കാൻ പറ്റില്ല. അത് ഫ്രണ്ട് എന്നല്ലോ ഒന്നിനെ നമുക്ക് തുറന്നു നോക്കാൻ പറ്റില്ല. മസ്താനിയുടെ മുമ്പ് ഇപ്പൊ ഞാനിരിക്കുന്നത്, മസ്താനിക്ക് എന്തറിയാനെ പറ്റി? ഇൻഫ്ലുവൻസർ ആണ്, അത്രേ അറിയുള്ളൂ. ഇപ്പൊ മസ്താനി എന്നോട് കുറെ നേരം സംസാരിച്ചാലും നമ്മുടെ ഉള്ളിൽ എന്താണെന്ന് ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. ഇത് ഫ്രണ്ട് എന്നല്ല, കുറേ നമ്മൾ നോക്കണം. എന്നാലും ഇപ്പൊ ഒരു ആള് ഇതേപോലെ ഇപ്പൊ ഒരു ഫ്രണ്ടിനെ ചൂസ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ നോക്കും ജാസ്മിൻ? ഫ്രണ്ട് ആണല്ലോ, ഫ്രണ്ട് എന്നുള്ളൊരു സാധനമല്ല. എനിക്ക് എല്ലാവരും എന്നോട് കുറച്ചു നേരം നല്ലോണം വേണ്ടി കഴിയുമ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്, അങ്ങനെ ഒരു സാധനമാണ് എനിക്ക്. എല്ലാവരും എന്ന് പറഞ്ഞാൽ എൻ്റെ വൈബായിട്ട് കണക്ട് ആവണം. എനിക്കിങ്ങനെ മിണ്ടി കിട്ടില്ല, ഓ സൂപ്പർ, നമ്മളോട് നുണ പറയാൻ പറ്റിയ ടീം എന്നുള്ളൊരു സാധനം എനിക്ക് വരും. അതിപ്പോ വരാറില്ല. അത് ആരുടെങ്കിലും അടുത്ത് വന്നാലാണ് ഇനി അവരെ ഫ്രണ്ട്സ് ആകുള്ളൂ. അല്ല, എല്ലാവരും ഫ്രണ്ട്സ് ആണ്. ക്ലോസ് സർക്കിളിൽ വരില്ല. ക്ലോസ് സർക്കിളിൽ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവര് മതി എനിക്ക്. അതിൽ പുറത്ത് വരാൻ എനിക്കൊരു പേടിയാ. കംഫർട്ട് സോൺ. പക്ഷെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോ ഇങ്ങനത്തെ കുറച്ച് ഫ്രണ്ട്ഷിപ്പ് ആവശ്യമാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, നമുക്ക് അത് കുറെ പേർക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. കുറെ പേര് അങ്ങനെ ഇല്ല, നമ്മൾ ഒറ്റയ്ക്കല്ലേ വരണേ, നമ്മൾ ആരുടെ അണ്ടറിലല്ല വർക്ക് ചെയ്യുന്നത്, നമ്മൾ ഒറ്റയ്ക്കാണ് ഇങ്ങോട്ട് വരുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് മതി. പിന്നെ നമ്മളൊരു ഫ്രണ്ടിനോട് മിണ്ടുന്നതോ അല്ലെങ്കിൽ കമ്പനി ആവുന്നതോ അതൊക്കെ നമ്മുടെ പ്രൊഫഷണൽ. ഞാൻ പ്രൊഫഷണൽ ആയിട്ട് ആരെയും കണ്ടിട്ടില്ല. അങ്ങനെ കാണണം. അങ്ങനെ കാണായിരുന്നു. ഓക്കെ. ഇപ്പൊ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതാരൊക്കെയാ? സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരാണോ? അല്ല, അയ്യോ എന്റെ ഫ്രണ്ട്സ് ആരും. അഷിക ഉണ്ട്, അവള് അത് പിന്നെ ഇൻസ്റ്റയില. അയ്യോ അവളെ ഞാൻ അങ്ങനെ അറിയിട്ടേ ഇല്ല, അങ്ങനൊന്നും ഇല്ല. ബാക്കി എല്ലാവരും എനിക്ക് അല്ലാതെ എന്റെ കോളേജ് ടൈമിലുള്ളവര്, സോഷ്യൽ മീഡിയ ആയിട്ട് ഒരു ബന്ധമില്ലാത്തവരാ. സോഷ്യൽ മീഡിയയിലായിട്ടുള്ളവർ ആരും എന്റെ ക്ലോസ് സർക്കിളിൽ ആരും വരുന്നില്ല. അല്ല, ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ജാസ്മിൻ ഇപ്പം ആരെയും വിശ്വസിക്കരുത് എന്നുള്ള ഒരു ലൈൻ കീപ്പ് ചെയ്ത് പോകും. അല്ല, ഞാൻ എന്റെ ഇപ്പോഴത്തെ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ആയിരിക്കാം, ചിലപ്പോൾ മേ ബി മാറുമായിരിക്കും. ആരെയും വിശ്വസിക്കരുതെന്നൊന്നും ഞാൻ പറയില്ല. അത് പറയാൻ ഞാൻ ആരും അല്ല. എന്റെ ഒരു പ്രശ്നമേ ഞാൻ പറഞ്ഞുള്ളൂ. പേഴ്സണലി അങ്ങനെയാണ്. ഓക്കെ. ഇപ്പോ കുറെ ഇഷ്യൂസും വീഡിയോസും ഒക്കെ ഇപ്പം ജാസ്മിൻ ആണെങ്കിലും പല ഇൻഫ്ലുവൻസേഴ്സും വന്ന് യൂട്യൂബിലൊക്കെ ഇടുന്നുണ്ട്. അപ്പം ചില ഒരു കൂട്ടം ആൾക്കാർ പറയുമ്പോൾ ചോദിക്കാറില്ല, ഇപ്പം എന്തിനാ പേഴ്സണൽ കാര്യം വന്ന് നിങ്ങൾ യൂട്യൂബിൽ ഇടുന്നത്, സോഷ്യൽ മീഡിയയിൽ ഇടുന്നത്, അങ്ങനെ ചോദിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അതിനോടൊക്കെ ജാസ്മിൻ എങ്ങനെ റിയാക്ട് ചെയ്യും? നമ്മൾ നമ്മുടെ എത്ര പേഴ്സണൽ കാര്യം പറയുന്നു. ഇപ്പൊ എന്റെ ലൈഫിൽ ഇഷ്ടം പോലെ പ്രശ്നങ്ങളാണ്, ഒരു 100 പ്രശ്നങ്ങളാണ്. അതിനകത്ത് 1-2 എണ്ണം ആൾക്കാർ അവരുടേതായിട്ട് ഞാൻ കുറേ മിണ്ടില്ല, കുറേ ഞാൻ മിണ്ടാതിരിക്കും. പക്ഷെ മിണ്ടാതിരിക്കുമ്പോൾ എനിക്ക് പിന്നെ എന്താണെന്ന് അറിയാമോ, ഞാൻ പെട്ടെന്ന് റിയാക്ട് ചെയ്തു. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, സങ്കടം വരും, കരച്ചിൽ വരും, ഇതെല്ലാം എനിക്ക് പെട്ടെന്ന് വരും. അപ്പൊ ഞാൻ കുറെ കടിച്ച് പിടിച്ചൊക്കെ മിണ്ടായിരിക്കും. പക്ഷെ എനിക്ക് പറ്റില്ല. അത് ആൾക്കാർ അവരുടെ ഇഷ്ടത്തിന് അവർ പല രീതിയിൽ സ്റ്റോറി ഉണ്ടാക്കി വരുമ്പോൾ നമ്മൾ നിൽക്കുന്ന സോഷ്യൽ മീഡിയയിലല്ലേ. നമ്മളിപ്പോ ഒരു സിനിമ ആക്ട്രസോ സീരിയലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് വിചാരിച്ചോ, ഒരു ഗോസിപ്പ് ഉണ്ടാവുന്നത് നമ്മൾ അത്രയ്ക്ക് ഇത്ര എഫക്റ്റ് ചെയ്യുള്ളൂ. പക്ഷെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇത് വെച്ച് അപ്പൊ ആൾക്കാരുടെ മൈൻഡിൽ ഇവള് ഇങ്ങനാണോ, അല്ലെ ഇവളിതാണോ, ഓക്കെ ഇനി അവളുടെ നോക്കുന്നില്ല, കാണുന്നില്ല, അല്ലെ ഇവളെ വെറുത്ത് കഴിഞ്ഞു എന്നുള്ളൊരു സാധനം പോയി കഴിയുമ്പോൾ പോയി. അപ്പൊ അവിടെ നമ്മളൊരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടത് അനിവാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ അടുത്ത് കുറേ എൻ്റെ മീൻസ് ഇതിനകത്തുള്ള 2-3 ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നീ മിണ്ടാതിരിക്കും, ഇനി പറ്റുന്നില്ല. പക്ഷെ ഇനി ഞാൻ കുറേ ശ്രമിക്കും, മിണ്ടാതിരിക്കാൻ ശ്രമിക്കും. പറ്റിയാ പറ്റി, എന്നാലും ചില സമയത്ത് കഴിയുന്നു. ഇപ്പൊ ബ്രേക്കപ്പ് ആയി ആ കാര്യങ്ങളും വീഡിയോസ് ഒക്കെ പറഞ്ഞു. ഇപ്പൊ കറന്റ് സിംഗിൾ ആണല്ലോ. ചില ആൾക്കാർ ഇങ്ങനെ ബ്രേക്കപ്പ് ആകുന്ന ഗേൾസിന്റെ അടുത്ത് വന്നിട്ട് ഭയങ്കര കൊഴുത്തരം കാണിക്കുക, അങ്ങനെ ആശ്വസിപ്പിക്കുക, പോട്ടെ നിനക്ക് ഇപ്പൊ വേറെ ആള് വരും, അങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ ജാസ്മിൻ ബ്രേക്കപ്പ് ആയ സമയത്ത് അങ്ങനെ വല്ല കോഴി മെസ്സേജസ് അല്ലെങ്കിൽ പ്രപ്പോസൽസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ട്? കോഴി മെസ്സേജ് ആയിട്ടൊന്നും വന്നില്ല, പോട്ടെ സാരമില്ല എന്നൊക്കെ പറഞ്ഞു. പ്രപ്പോസലും വന്നു, അത് കോഴിയായിട്ടൊന്നും വന്നില്ല. അല്ലാതെ ഓൺലൈൻ പ്രപ്പോസൽസ് ഒക്കെ വന്നു.
ഓൺലൈൻ പ്രപ്പോസലൊന്നും വന്നില്ല, ഓഫ്ലൈൻ ആണോ? ഇനി എന്താ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കുന്നുണ്ടോ? എന്തോന്നാ, കല്യാണോ? പിന്നെ എടുക്കുന്നില്ലയോ? അത് ശരി. ഞാൻ വിചാരിച്ചു കല്യാണം കഴിക്കുന്നില്ല. എൻ്റെ ഉമ്മ പറഞ്ഞ ഡയലോഗാ. അല്ല, എനിക്ക് ബ്രേക്കപ്പ് ആയി ഭയങ്കര സങ്കടപ്പെട്ട ഒരു 1-2 ആഴ്ച എനിക്ക് ഭയങ്കര വിഷമം. ഞാൻ വീടിന് റൂമിന് പുറത്തിറങ്ങുന്നില്ല, സങ്കടം. പക്ഷെ ഞങ്ങളായിട്ട് ഒരുമിച്ച് എടുത്ത ഡിസിഷൻ ആണല്ലോ. പക്ഷെ എന്നാലും നമുക്കൊരു വിഷമം കാണും. അടിച്ചു പിരിഞ്ഞാ പിന്നെയും നമുക്ക് അത്രയും സങ്കടമല്ല. അതെ, മ്യൂച്വലി പിരിയാൻ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും. കാരണം ആരുടെയും മിസ്റ്റേക്ക് അല്ല, ഒന്നുമല്ല, അങ്ങനെ പിരിയണല്ലേ. അപ്പോൾ 2 ആഴ്ച ഞാൻ പുറത്തുനിന്ന് ഇറങ്ങാണ്ട് സങ്കടപ്പെട്ടിരുന്നിട്ട് ഒരു ദിവസം പെട്ടെന്ന് ഇറങ്ങിയ ഞാൻ പറഞ്ഞു, മാട്രിമോണി ഞാൻ രജിസ്റ്റർ ചെയ്യട്ടെ. ഉമ്മനെ നിനക്ക് ഭ്രാന്താടി. ഞാൻ അപ്പം എന്തൊരു ഇത് പറഞ്ഞെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ കല്യാണം കഴിക്കാൻ പോകുന്നല്ല. ഞാൻ അപ്പം എന്തൊരു ഇത് പറഞ്ഞത്, കല്യാണം കഴിക്കും തോന്നട്ടെ, ഇനി തോന്നുമ്പോൾ കിട്ടും. രജിസ്റ്റർ ചെയ്ത് വന്നിട്ട് മാട്രിമോണിയില്ല? ഇല്ല. ഓക്കെ. ഇപ്പം കുറെ പ്രപ്പോസൽസ് വന്നെന്ന് പറഞ്ഞില്ലേ, ഇനിയിപ്പോ ജാസ്മിൻ ഒരു ലൈഫ് പാർട്ട്ണറിനെ ചൂസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും ക്വാളിറ്റീസ് എക്സ്പെക്ട് ചെയ്യുന്നത്? മനസ്സിലാക്കിയാൽ മതി, വേറെ ഒന്നും വേണ്ട. കാണാൻ അല്ലെങ്കിൽ ജോബ് ഒന്നും വേണ്ട. ജോബ് നമുക്ക് കാണുമല്ലോ, നല്ലൊരു ജോബ് വേണം എന്നുള്ളൊരു സാധനം, അത്രേ ഉള്ളൂ. കാണാൻ കുഴപ്പമില്ല. എന്നാലും ഒരു കോൺസെപ്റ്റ് ഉണ്ടാവില്ല. ഇനിയിപ്പോ ലവ് മാരേജ് ആയിരിക്കും അല്ലെങ്കിൽ അറേഞ്ച്ഡ് മാരേജ് തന്നെ ആയിരിക്കും? ലവ് മാരേജ്, എനിക്ക് അറേഞ്ച് മാരേജ് പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്താ? എനിക്കറിയില്ല. എനിക്ക് എന്നെ മനസ്സിലാക്കി കല്യാണം കഴിക്കണം എന്നുള്ളൊരു സാധനമാണ്. എൻ്റെ ഇഷ്യൂ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ കാര്യം അല്ലെങ്കിൽ എൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ. എനിക്ക് ഇപ്പം അത്താക്ക് ഇങ്ങനെ വയ്യാതിക്കാണല്ലോ, അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് അത്തായി ജോലി കിടാൻ ഭയങ്കര പേടിയാണ്. അപ്പം എനിക്ക് പൊന്നൂര് ഒരു നില വരെ എത്തുന്നവരെ എനിക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം, അവനെ പഠിപ്പിക്കണമെന്നൊക്കെ ഉണ്ട്. ഇത് കുറേ പേർക്കൊന്നും പറ്റത്തില്ല, ഇങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്ക് എടുത്തില്ല. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി നിൽക്കുന്ന ഒരാൾ സപ്പോർട്ട് ചെയ്യുന്ന. അപ്പോൾ അറേഞ്ച് മാരേജ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ എത്ര അവർ മനസ്സിലാക്കാനോ വരുന്നു, കാണുന്നു, ഒരാഴ്ചക്കുള്ളിൽ എൻഗേജ്മെന്റ് അല്ലെ, എത്ര നാൾ കല്യാണം, എന്ത് മനസ്സിലാക്കുന്നു, ഒന്നും മനസ്സിലാക്കണല്ലോ. അറിയില്ല എങ്ങനാണോ. അറേഞ്ച് മാരേജ് മാട്രിമോണി കൊടുത്തില്ല, വെറുതെ കേട്ടോ. കൊടുക്കോ? എനിക്കറിയാൻ പാടില്ല. ഓക്കെ. ഇപ്പൊ ജാസ്മിന് എപ്പോഴത്തേക്ക് ഇപ്പൊ ഒരു മാരേജിന്റെ ഒരു കറക്റ്റ് ഏജ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാല് കല്യാണം കഴിക്കണം? അറിയില്ല. ഞാൻ പറയില്ല, എനിക്ക് ഫ്യൂച്ചറിനെ പറ്റി പറയുമ്പോ ഒന്നും പറയില്ല. ഒന്നും പറയില്ല, എനിക്കറിയില്ല. പ്ലാൻ ഒന്നുമില്ല, നമ്മുടെ കയ്യിലല്ലല്ലോ ഒന്നും. പഠിച്ചോൻ എന്താ തലയിൽ വിധിച്ചേക്കുന്നത് നമുക്കറിയില്ല. നാളെ ഒരു സമയത്ത് ഞാൻ പറഞ്ഞതല്ല നടക്കുന്നെങ്കിൽ ആ സൂപ്പർ, അപ്പൊ അതെടുത്ത് വീണ്ടും റിയാക്ട് ചെയ്യും. വേണ്ട, എനിക്കറിയില്ല. എല്ലാം പഠിച്ചാൽ എന്താണെന്ന് വിധിച്ചത് അതുപോലെ നടക്കട്ടെ. ഓക്കെ. അങ്ങനെ നമ്മൾ അടുത്തതൊരു ഗെയിമാണ്. ഗെയിം എന്താന്ന് വെച്ചാൽ ഞാൻ ജാസ്മിന്റെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് വെക്കും. ഈസിയാണ്, ഫൺ ക്വസ്റ്റ്യൻസ്. അതിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ, ഉത്തരം പറഞ്ഞ ഒന്നുമില്ല, ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ചെറിയൊരു ടാസ്ക് ഉണ്ട്. ഇവിടെ വെച്ചിരിക്കുന്ന ഈ സാന്താക്ലോസിന്റെ ഉടുപ്പൊക്കെ ജാസ്മിൻ ഇടണം. ഞാൻ ഇപ്പൊ ഇടാം. എന്താ ഇപ്പല്ല, ലാസ്റ്റ്. ഓരോ ഉത്തരം തെറ്റുമ്പോഴും ഓരോ ഡ്രസ്സായിട്ട് ഇടണം. ഓക്കെ, അതാണ് ഗെയിം. ചോദിക്കട്ടാ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ജോക്കർ മൂവിയില്ലേ ദിലീപിന്റെ, അതേതാവും? ജോക്കർ സിനിമയില് അവര് നടത്തുന്ന സർക്കസിന്റെ പേര്? റോയൽ, ജെമിനി, ജംബോ, ബോംബെ. ഉറപ്പാണോ? അല്ല, ഭയങ്കര കോൺഫിഡൻസ്. അല്ല, ഞാനാകെ ജംബോ സർക്കസ് കേട്ടിട്ടുള്ളൂ. അല്ല, റോയൽ. ഓക്കെ, എടുക്കൂ. ഇപ്പൊ ഇടണോ മോളെ? ലാസ്റ്റ് ഇടാടാ. ഓരോന്നായിട്ട് ഇടണോ? ഓക്കെ, ഈ പാന്റ് എന്റെ സൈസ് അല്ല, ഇതിന്റെ ഒരു XXL കൊണ്ടുവരും. ഇതിപ്പോ ഇടണോ? ലാസ്റ്റ് ഇടാം. ഇല്ല, ഓരോന്നും ഇടണം. ഈ പെണ്ണ് വിഷയം എന്തുവാ ഇത്? അതാണ് ഗെയിം. പാന്റ് ഇടാൻ കേറുന്നില്ല. തൽക്കാലം ഞാൻ ഇങ്ങനെ വെക്കാം. ഓക്കെ, മസ്താനിക്കൊരു സന്തോഷാവട്ടെ. സന്തോഷായോടാ? ഇല്ല, സന്തോഷായില്ല. എന്റെ നീരും ചാറും കൊടുത്താലേ മസ്താനിക്ക് സന്തോഷാവുന്നു. ഈ കുട്ടിക്ക് വെള്ളം കൊടുക്കൂ. ഓക്കെ, ആദ്യത്തെ ഉത്തരം തെറ്റിയതുകൊണ്ട് പാന്റ് ഇട്ടിട്ടുണ്ട്. കറക്റ്റ് ഉത്തരം പറഞ്ഞ ഡ്രസ് ഇടണ്ട. ഈ ഡ്രസ് ഇടണ്ടോ? പപ്പാനിയുടെ ഡ്രസ് ഇടണ്ട. ഓക്കെ, ഡബിൾ മീനിങ്ങേ ഉദ്ദേശിച്ചില്ല. അല്ല, ഞാൻ സത്യമായിട്ട് അറിയേണ്ടോ? മനഃപൂർവ്വമല്ല അറിഞ്ഞോണ്ടാന്ന്. അടുത്തത്, ഈ സീൻ അറിയോ? നമ്മുടെ ആസിഫ് അലി സോൾട്ട് ആൻഡ് പെപ്പറിലെ
ആ സീനില് ആറ്റിങ്ങിലുള്ള ഏത് ബാങ്കിലാണ് ഭാസ്കരൻ നായർ വർക്ക് ചെയ്യുന്നത്? SBI, HDFC, കാനറ, ഫെഡറൽ. HDFC. കറക്റ്റ്. ഇത് എല്ലാവർക്കും അറിയാം. ഓക്കെ, അടുത്തത്. കിലുക്കം സിനിമയിൽ കിട്ടുണ്ണി എടുത്ത ലോട്ടറിയുടെ 1ാം സമ്മാനം എത്രയായിരുന്നു? 5 ലക്ഷം മാരുതി കാറും, 10 ലക്ഷം മാരുതി കാറും, 3 ലക്ഷം മാരുതി കാറും, 2 ലക്ഷം മാരുതി 10 ലക്ഷം മാരുതി കാറും. യാറ് കിട്ട ഭയങ്കര ബുദ്ധിയാ. പറഞ്ഞെന്ന് പറയാൻ സൂപ്പർ. ചന്ദ്രികയുടെ ആഡ് കണ്ടിട്ടില്ലേ, അമല പോളിന്റെ? അതില് റിയക്ക് ചന്ദ്രിക റെക്കമെൻഡ് ചെയ്തത് ആര്? അമലക്ക് റിയ ആണല്ലോ റെക്കമെൻഡ് ചെയ്യുന്നത്, റിയക്ക് ആരാ റെക്കമെൻഡ് ചെയ്തത്? റിയക്ക് റെക്കമെൻഡ് ചെയ്തായിരുന്നു. എനിക്കറിയാൻ പാടില്ല, റിയ വിളിച്ചു ചോദിക്കുക. ഉത്തരം പറഞ്ഞെടുക്കണോ? ഓപ്ഷൻ ഉണ്ട് എന്താ? അമല, ഋതു, ടീന, ആയിഷ. ടീന. ഒന്നും അറിയില്ല, എല്ലാം അറിയാലോ. ഇടുക്കി അറിയ ഒരു 3 പറയിട്ടോ. ഓക്കെ, അടുത്തത്. നന്ദനം സിനിമയിൽ കുമ്പിടിയുടെ യഥാർത്ഥ പേര്? ഹംസക്കോയ, ശശി, ഗി വർഗീസ്, സോമൻ. ശശി. ഓക്കെ, ഒരു പരസ്യമില്ലേ, ഞാനും ഒരു വർണ്ണ പട്ടമായിരുന്നു? ആ പരസ്യം എന്തിന്റെ ആണ്? മറ്റേ ഡിറ്റർജന്റിന്റെ അല്ലേ? കിറ്റെക്സ്, സൺലൈറ്റ്, രാംരാജ്, സർഫ് എക്സൽ. സൺലൈറ്റ്. ഉറപ്പാണോ? ലോക്കേ മണിക്കുട്ടി ഓടുന്നുണ്ട്. കല്യാണരാമനിൽ സമയം നോക്കാൻ പോകുന്ന സീനില്ലേ, അതില് കണിയാറിന്റെ ക്ലോക്കിലെ സമയം? കണിയാറിന്റെ ക്ലോക്കിലെ സമയങ്ങളുടെ ഓപ്ഷൻ പുറട്ടെ. 2:30 AM, 2:30 PM, 12 AM, 12 PM. 2:30 AM. ഉറപ്പാണോ? അല്ല, 12. ആണോ? ആ, അപ്പൊ ഞാൻ സീനിടും. ഖുഷി മൂവി കണ്ടിട്ടുണ്ടോ? ഖുഷി മൂവി കണ്ടിട്ടുണ്ട്. അതില് ശില്പ ഷെട്ടി അഭിനയിച്ചിട്ടുണ്ട്. കുട്ടിക്ക് വെള്ളം യെസ് ഓർ നോ? ശില്പ ഷെട്ടി അഭിനയിച്ചിട്ടുണ്ട്, യെസ് ഓർ നോ? ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ അല്ലയോ എന്ന് പറയണം. ഖുഷി മൂവിക്കകത്ത് ശില്പ ഷെട്ടി അഭിനയിച്ചിട്ടുണ്ട്, ഇല്ല. യെസ് ഓർ നോ? നോ. നോ. തെറ്റാണ്, അഭിനയിച്ചിട്ടുണ്ട്. പാട്ടിൽ അഭിനയിച്ചിട്ടുണ്ട്. എവിടെ നോക്കട്ടെ? പാട്ട് ഞാൻ കാണിച്ചു, ഗൂഗിളിൽ കാണിച്ചോ? അല്ല, പിന്നെ ഞാൻ എവിടെ വെച്ച് നോക്കിക്കോളാം. സമാധാനായി. ഞാൻ കുറച്ച് ഈസി മനഃപൂർവ്വം തന്നതോ. അല്ല, ഞാൻ അത് ഓർക്കണമായിരുന്നു, ആ പേര് പറഞ്ഞപ്പോഴേ ചിലപ്പോ മേ ബി ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കാൻ പറഞ്ഞേന്ന്. സന്തോഷായോ കുട്ടിക്ക്? ആ മുഖത്ത് സന്തോഷം. ക്ലോസറ്റിൽ എടുത്തോ ഇതിനെ? ക്ലോസറ്റിൽ എടുത്തോ ഇതിനെ? ഓക്കെ, അടുത്തത്. അങ്ങനെ ജാസ്മിൻ നമ്മുടെ രണ്ടാമത്തെ തട്ടിട്ട സാന്റാക്ലോസ് ആണ് നമ്മുടെ ഇന്നത്തെ. ഇങ്ങോട്ട് എടുക്കല്ലേ, എന്റെ പാന്റ് കാണും മിസ്റ്റർ. ആൾക്കാരാണ് പ്രാന്തെന്ന്. എന്ത് തോന്നുന്നു? എന്ത് തോന്നുന്നു? തോന്നുന്നു ചാടി എടുത്തിട്ടാണോ അങ്ങനൊന്നും പറയരുത്. പറഞ്ഞല്ലേ. ഓക്കെ, അടുത്തത്. കമ്പിളിപ്പൊതുപ്പ് സീൻ കണ്ടിട്ടില്ലേ? കൽക്കട്ടയിൽ നിന്ന് വരുമ്പോഴേ ആ സീനിലെ ഫോണിന്റെ കളർ, ആ ലേഡി യൂസ് ചെയ്യുന്ന ഫോണിന്റെ കളർ റെഡ്, യെല്ലോ, ബ്ലൂ, ഗ്രീൻ. ബ്ലൂ. ഗ്രീൻ. നോട്ടി. തെറ്റി. ആ, ഗ്രീന്. ആ, ഇത് സെറ്റ് ആണോ? സൂപ്പർ. വേറെ എവിടെ ഇല്ലെങ്കിൽ. ഓക്കെ, 3 ഉത്തരങ്ങൾ തെറ്റിച്ച് ഇത്രയും ഭംഗിയുള്ള സാന്റാക്ലോസ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ക്യൂട്ട് സാന്റാക്ലോസ്. അടുത്ത ചോദ്യം, 10,000 രൂപയുടെ. ഈ തമാശകൾ ഈ കുട്ടിക്ക് ആരാ പറഞ്ഞു കൊടുക്കുന്നത്? ചാന്തുവട്ട് എന്ന സിനിമയിൽ രാധയുടെ വിദ്യാഭ്യാസം? 4ാം ക്ലാസ്, 5ാം ക്ലാസ്, 10, 9. 10-ലല്ലേ തോറ്റേ? ആണ്. 10ന്റെ പകുതി. 5-ലോ? 5-ല് എന്തോ അങ്ങനെയാ. 5-ല് രാധ അത്രയൊന്നും ഇല്ല. ഒന്ന് പോടോ ഹേ. 5-ല് രാധ തോച്ചിട്ടല്ലേ മറ്റില്ലേ? സൂര്യമാല. ഇങ്ങനെ സൂര്യ. പിന്നെ 5ാം ക്ലാസ്സിലൊന്നും പോവണ 10ാം ക്ലാസ്സിൽ. അല്ല, 5-ലാ തോറ്റേ? 10-ലാ. അല്ല, തനിക്ക് വിവരമില്ലേ? ഞാൻ കേൾപ്പിച്ചേരും. അതിനകത്ത് പറയുന്ന മേ ബി എനിക്ക് അറിയില്ല. അങ്ങനെയാണോ? 5-ലായിരിക്കില്ല, 10-ലല്ലേ?
ഇത്രയും വിവരമുള്ള ഞാൻ തന്നെ 10ൽ പാതി വെച്ച് പഠിത്തം നിർത്തിയില്ലല്ലോ. 10ഓ? നീ 5ാം ക്ലാസ് വരെയല്ലേ പഠിച്ചിട്ടുള്ളൂ? അതല്ലേ പറഞ്ഞ 10ൽ പാതി. ഓ മൈ ഗോഡ്, രാധയുടെ പ്രായോ ചേച്ചി? ഞാൻ ഉദ്ദേശിച്ചത് ആരെയെന്നറിയോ? പെണ്ണിനെ ഞാൻ ഉദ്ദേശിച്ചേ. ഓ, രാധ ദിലീപ്. രാധ ദിലീപ്, അത് ഞാൻ ഓർത്തില്ല. അയ്യാ. സോറി. ഓക്കെ നീ കറക്റ്റ്. എന്റെ ദൈവം, പറഞ്ഞു ചേട്ടാ ഇത് എവിടാ? ഇത് മൂക്കല്ലോ. ഓക്കെ ഓക്കെ. തരാം. സാന്റാക്ലോസ് എനിക്കൊരു വിഷുണ്ട്. എന്റെ ഒന്നില്ല. കൊള്ളാം, ഇപ്പൊ നല്ല രസമുണ്ട് കാണാൻ. ഇപ്പൊ എന്ത് തോന്നുന്നു? ഇന്റർവ്യൂ ക്യാമറ കട്ടായിട്ടാ, എന്നിട്ട് പറഞ്ഞുതരാം. ഒന്നും കാണുന്നില്ല. ഈ ആക്ട്രസ് ഇല്ലേ, കരുമാടിക്കുട്ടനില്ലേ, പുള്ളിക്കാരിയുടെ നന്ദിനി എന്നാണല്ലോ നമ്മളൊക്കെ അറിയപ്പെടുന്നത്, റിയൽ നെയിം. ഓപ്ഷൻസ്: നന്ദിനി, ഗീത, കൗസല്യ, ലക്ഷ്മി. നല്ല രസം. അറിയാമോ? നല്ല ക്യൂട്ട് ഫേസ് ഉള്ള സാന്റ. അത് മാസ്ക് വെച്ചേക്കുന്നുണ്ട്, അറിയാത്തതാ. ആ മാസ്ക് എന്താ? നന്ദിനി, ഗീത, കൗസല്യ, ലക്ഷ്മിയോ? ആ, ദീർഘത്തോടോ? ഇത് ഗീത അല്ല, കൗസല്യ. കൊച്ചിനെന്തെങ്കിലും വെച്ചോട്, കൊച്ചാ പറഞ്ഞു. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കൊച്ചി രാജാവിൽ മീനാക്ഷിക്ക് എത്ര ആങ്ങളമാരുണ്ട്? 1, 3, 4, 0. ആങ്ങളമില്ലയോ? 0. എന്താ? ആങ്ങളമാരല്ലല്ലോ, മാമന്മാരല്ലായിരുന്നോ? മ്യാമന്മാരല്ലായിരുന്നോ 3-4 ഉള്ളത്? ആങ്ങളമാരില്ലല്ലോ. മീനാക്ഷി കാവില്ല, മീനാക്ഷി രംഭ. ഓ സോറി. രംഭക്ക് ഒരാങ്ങള. ഞാൻ കൺഫ്യൂസ് ചെയ്യിക്കാനാ ഫോട്ടോ കാണിച്ചത്.